ഹലോ ഗൈസ്, ഞാൻ പട്ടാമ്പിക്കാരൻ വ്ളോഗർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ കൊണ്ടാണ് മാറ്റ് ടൈൽസിനത്തെ കറ എങ്ങനെ കളയാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മാതിരി നല്ലവണ്ണം കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറ കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂഫിൻ്റെ ടൈൽ ക്ലീനർ കൊണ്ടാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കറ ഞങ്ങൾ കളയാനുള്ള പരിപാടിയാണ്. നമ്മൾ കഴുകി നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഫിനിഷിങ് ആയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. അടുത്തത് ഉള്ളത് നമ്മൾ ഡൈനിങ് ഹാളിലാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ നല്ലവണ്ണം ചളി പിടിച്ചിട്ടുണ്ട്. അവർ സോപ്പിട്ട് കഴുകിയിട്ടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ടൈൽ ക്ലീനർ ഇട്ട് കഴുകി നോക്കി, അപ്പോൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളായി കണ്ടുപിടിച്ച ക്ലീനർ കൊണ്ടാണ് റിമൂവ് ചെയ്ത് കളയണത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ചളി പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇത് ക്ലിയർ ആക്കിയിട്ടുള്ള വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ആസിഡ് വാട്ടറും ക്ലീനർ ഇട്ടിട്ട് തുടച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സോപ്പിട്ട് കഴുകുകയാണ്, സ്മെല്ലും എല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് പോളിഷ് തേക്കുന്നുണ്ട് കേട്ടോ. അത് ചളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ക്ലിയറാക്കി പോളിഷ് തേച്ചിട്ടിട്ട് പുതിയത് മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സിറ്റ് ഔട്ടിൻ്റെ കോലം, കണ്ടില്ലേ? ഇത് നമുക്കിനി ചളി കളയാനുള്ള പരിപാടിയാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചളിയൊക്കെ മൊത്തം പോയിട്ടുണ്ട്. ഞങ്ങളിതാ പോളിഷ് തേക്കാനുള്ള പരിപാടിയിലാണ്. പോളിഷ് തേക്കുകയാണ്. പോളിഷ് തേച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. സൂപ്പറായില്ലേ?
ഞങ്ങളെല്ലാ വർക്കും പോളിഷ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. അതിനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളുമാണ് ടൈല് ക്ലീനർ ഇട്ട് കഴുകി ക്ലിയറാക്കി പോളിഷ് ചെയ്ത് ഉഷാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയാം, നിങ്ങളെ അഭിപ്രായം പറയുക. ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം. ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് തരും.